ഗൈസ്, അപ്പോൾ നമ്മുടെ NS200 2023 എഡിഷൻ പേൾ വൈറ്റ് മെറ്റാലിക് എന്നുള്ളൊരു കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു കംപ്ലീറ്റ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു കളറാണ് കേട്ടോ, ഈബോണി ബ്ലാക്ക് എന്നുള്ള കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളർ നമ്മൾ വീഡിയോ കാണിക്കാത്തതുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പേൾ വൈറ്റ് മെറ്റാലിക് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. NS200 2023 എഡിഷൻ ഹെഡ് ടു ഹെഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് കൂടെ ഇരിപ്പുണ്ട്, നമ്മുടെ ബ്ലാക്ക്, അതായത് നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്ത ബ്ലാക്ക് കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. 160 നിങ്ങൾക്ക് ഈ ഒരു കളർ ഓപ്ഷൻ കിട്ടും, 200 നിങ്ങൾക്ക് കളർ ഓപ്ഷൻ കിട്ടും കേട്ടോ. ആ സെയിം UHD ഫോക്സ് ഒക്കെ വരുന്നുണ്ട്, സെയിം ഡിസ്കും സെയിം ഡ്യുവൽ ചാനൽ ABS, പിന്നെ മീറ്ററിൽ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ടു MT എന്നുള്ള ആ ഒരു ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. സെയിം 160 200 ഇപ്പോൾ സെയിം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ച്. പേൾ വൈറ്റ് മെറ്റാലിക് എന്നുള്ള കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് മാത്രം കണ്ടാൽ മതി. സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് സ്പെക്കൊക്കെ അറിയണമെന്നുള്ളവർ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ മാത്രം നോക്കിയാൽ മതി. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സെയിം നമ്മൾ മുമ്പ് കണ്ട, അല്ലെങ്കിൽ ആ ഒരു കളറിൽ കണ്ട സെയിം ഡീകോൾസ് തന്നെയാണ് വരുന്നത്. റെഡും ഗ്രേയും കൂടെ വരുന്നത് സെയിം ഡീകോൾസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ സെയിം ആണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു 160 നമ്മൾ കണ്ട പോലത്തെ കാർബൺ ഫൈബർ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇവിടെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഡിസ്ക് കാണാൻ പറ്റും, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു 300mm ഡിസ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ UHD ഫോക്സ് ആണ്. അപ്പോൾ അതും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടിയുടെ ഈ ഒരു ടാങ്കിൻ്റെയൊക്കെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവർ പേൾ വൈറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു 200 സ്റ്റിക്കറുണ്ട്, അത് നമുക്ക് റിമൂവബിളാണ്, ചെറിയൊരു റിഫ്ലക്ഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു റെഡും സ്റ്റിക്കറും കാണാൻ പറ്റും. ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പൾസറിൻ്റെ ടിപ്പിക്കൽ ലോഗോ കാണാൻ പറ്റും, അത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വൈറ്റിൽ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ആ ഒരു ക്യാപ്പ് ബ്ലാക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് നല്ലൊരു മാച്ചായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ സ്റ്റിക്കർ കാണാൻ പറ്റും. ഫ്രെയിമും കാര്യങ്ങളെല്ലാം സെയിം ആണ്, നമ്മുടെ പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് വരുന്നത്. അതിൽ ചെറിയൊരു ഗ്രേ കളർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ എഞ്ചിൻ സൈഡ് നമ്മുടെ 200cc എഞ്ചിൻ കാണാൻ പറ്റും. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 24.5 bhp ആണ്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ്, ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഗ്ലോസി ബ്ലാക്ക് ആണ് ചെയ്തേക്കുന്നത്. ഞാൻ അതിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മുമ്പത്തെ റിവ്യൂസിൽ പറഞ്ഞ പോലെ ഒരുപാട് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെയിൻ ക്വാളിറ്റി ആയാലും ഈ ഒരു സൈഡിലുള്ള ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അണ്ടർബെല്ലിയൊക്കെ നമ്മൾ ഇതിന് മുമ്പ് കണ്ട BS6 കണ്ട ആ ഒരു സെയിം അണ്ടർബെല്ലിയാണ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. അതിൽ ചെറിയൊരു വൈറ്റും റെഡും സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ബാക്കി എല്ലാം സിമിലർ ആണ്, ബാക്കിയെല്ലാം സിമിലറാണ്. ഞാൻ കളറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ടെയിൽ പോർഷനും ഫുള്ളി വൈറ്റ് ആണ്. ഇങ്ങനൊരു കളർ കുറേ നാളായി നമുക്ക് ഇങ്ങനൊരു കളർ കിട്ടിയില്ല. അതായത് ടെയിൽ പോർഷൻ ടാങ്കൊക്കെ ഇത്രയും വൈറ്റ് വരുമ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെ ഭയങ്കര സൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ NS200 എന്നുള്ള ഒരു പുതിയൊരു കളറിലെ സ്റ്റിക്കറും കാര്യങ്ങളും കാണാൻ പറ്റും. NS ഒന്ന് ബ്ലാക്കിൽ വന്നിട്ട് 200 എന്ന് ചെറിയ ഗ്രേയിൽ അടിച്ചിട്ടുണ്ട്. അത് ചെറിയൊരു മെറ്റാലിക് പോലെയൊക്കെ ഇരുന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലും ചെറിയ ഡീകോൾസ് ചെയ്തും പുതിയ ഡിസൈനാണ്. ഇവിടെ ഒരു ഗ്രേ, ഇവിടെ റെഡ് വരുന്നുണ്ട്. അതിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ഒഴുകി പോയെന്നൊക്കെ പോലെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കി ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയെല്ലാം സെയിം കേട്ടോ. നമ്മുടെ ഗ്രാബൽ സെയിം ആണ്, വേറെ മാറ്റമൊന്നുമില്ല. കളറിലാണ്, അല്ലെങ്കിൽ കളറിനെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. NS200 ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, പൾസറിൻ്റെ ടിപ്പിക്കൽ ലോഗോ. പിന്നെ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. 200 എന്ന സൈഡിലൊരു മെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറും കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഓക്കെ കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് കിട്ടുന്ന ഈ ഒരു കളറാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറാണ് കുറച്ചുകൂടെ കുറച്ചൊരു എക്സ്ട്രാ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നത്. വൈറ്റ് ഒട്ടും മോശമല്ല, കാരണം മുമ്പൊരു വണ്ടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഫ്രെയിമും കാര്യങ്ങളും, അല്ലെങ്കിൽ അലോയ് വീൽസൊക്കെ ഒരു വൈറ്റ് അടിച്ച് മാക്സിമം കൊളാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫുള്ളി ബ്ലാക്ക് അല്ല, അലോയ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഗ്രേ കളറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ നോക്കിയാൽ മതി. അപ്പോൾ വൈറ്റ് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് 200 റിവ്യൂ ചെയ്യാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.